അതായത് 13 മില്യണിൽ പരം ആളുകൾ ഈ പേജ് ലൈക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി ജനങ്ങൾ ഇതിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. അതായത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും എക്സും ഒക്കെ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളിലേക്കും ഈ കോക്രോച്ച് ജനതാ പാർട്ടി എത്തിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇന്ന് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു മാറ്റം, വലിയൊരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോക്രോച്ച് പാർട്ടി. ഇത് വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയോടെ പ്രചരിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ വലിയ ഇതൊരു തരംഗമായി മാറാനും സാധ്യതയെന്ന് കണ്ടപ്പോഴാണ് എക്സ് ഇന്ന് പൂട്ടിച്ചത്. എക്സ് അക്കൗണ്ട് പൂട്ടിച്ചു. വരും ദിവസങ്ങളിൽ ഇതെല്ലാം പൂട്ടിക്കും. കാരണം സർക്കാരിനറിയാം ഇത് സർക്കാരിനെതിരെയുള്ളൊരു വലിയ മൂവ്മെൻ്റായി മാറും എന്നും അത് പിന്നീട് പിടിച്ചു നിർത്താൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള മൂവ്മെൻ്റായി മാറും. ഇന്ത്യയിൽ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിനെ BJP വിചാരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലോ തടയാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം 20 വർഷത്തേക്ക് ഇത്തരത്തിൽ കാലുമാറുന്ന ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ, ഈ MP മാരോ MLA മാരോ ഒക്കെ ആവുന്നവരെ 20 വർഷത്തേക്ക് ബാൻ ചെയ്യണം, പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് ബാൻ ചെയ്യണം എന്നായിരുന്നു ഇവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യം. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പൊ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലൊക്കെ BJPക്ക് ബദൽ എന്ത് എന്നുള്ളതിനെ കുറിച്ച് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. പക്ഷെ ദേശീയ തലത്തിലൊരു പുതിയ ആശയവുമായിട്ട് പുതിയ തലമുറ കടന്നു വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് ബദലാകും എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു വൈറലായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഏകദേശം 16-ാം തീയതി ആരംഭിച്ച് ഇന്നിപ്പോൾ 21-ാം തീയതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് 5 ദിവസം കൊണ്ട് ഏകദേശം 1,30,00,000 ആളുകൾ, അതായത് 13 മില്യണിൽ പരം ആളുകൾ ഈ പേജ് ലൈക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി ജനങ്ങൾ ഇതിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. അതായത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും എക്സും ഒക്കെ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളിലേക്കും ഈ കോക്രോച്ച് ജനതാ പാർട്ടി എത്തിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം ഇന്നലെയും ഇന്നുമായിട്ടാണ് കേരളത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് ആളുകൾക്ക് ധാരണ വരുന്നതും ആളുകൾ അതിലേക്ക് അണിചേരുന്നതും ഒക്കെ. അപ്പോൾ ഇതൊരു വലിയ മൂവ്മെൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ തന്നെ ഭയന്നു പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിദേശത്തെ പല രാജ്യങ്ങളിലും ജെൻസി സമൂഹം നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ യുവത നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതുതന്നെയാണ് BJP ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ BJPക്ക് ബദലായിട്ട് ആശയപരമായിട്ട് നിന്നു കഴിഞ്ഞാൽ, ഒരു നേതാവ് നിന്നു കഴിഞ്ഞാൽ ആ നേതാവിൻ്റെ പിന്നിൽ ഇവിടുത്തെ ജെൻസി സമൂഹം അണിനിരക്കും എന്നുള്ളതിനുള്ള പ്രഥമ സൂചനയാണ് ഈ ഒരു CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു? അല്ല, ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചില മൂവ്മെൻറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായത് ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണമായിരുന്നു. ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, രാജ്യത്ത് വലിയ രീതിയിൽ അഴിമതി നടക്കുന്നു. ഈ അഴിമതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന വലിയൊരു പ്രക്ഷോഭ പരിപാടിയുടെ ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു ആം ആദ്മി പാർട്ടി. അപ്പോൾ പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് യുവാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് വരാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അവർ വഴിതിരിഞ്ഞു പോയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടത്. ഇന്ന് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു മാറ്റം, വലിയൊരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോക്രോച്ച് പാർട്ടി. കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞ് തമാശയാക്കി പറഞ്ഞതാണ്. ഈ കോക്രോച്ച് എന്നുള്ള പ്രയോഗം ഒരു ജഡ്ജി ഒരു വിധിന്യായത്തിൻ്റെ ഭാഗമായി ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തിയത്. പക്ഷേ അത് വളരെ, അതായത് പൊളിറ്റിക്കലി സറ്ററിറ്റിക്കലായി അത് ഏറ്റെടുക്കുകയും അത് പിന്നീട് വലിയ രീതിയിൽ പടർന്നു പന്തലിക്കുകയും, പ്രത്യേകിച്ചിട്ടും ആശയങ്ങൾ കൈമാറുന്നത് ഇപ്പോൾ മറ്റ് പത്രങ്ങളിലൂടെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിലുള്ള വളരെ പെട്ടെന്ന് തന്നെ തരംഗമായി മാറുന്ന ഒരു പൊളിറ്റിക്കലി ഉള്ള വലിയൊരു മൂവ്മെൻ്റായി തന്നെ നമ്മളിതിനെ കാണേണ്ടതുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു ഈ യുവാക്കളെ ഈ കോക്രോച്ചുകൾ എന്ന് വിശേഷിപ്പിച്ചത്. കാരണം വേണ്ടാത്തതിനും വേണ്ടുന്നതിനൊക്കെ ഇതിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രയോഗമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. ഒരുപക്ഷെ അത് ഒരു പ്രയോഗമായി തന്നെ പോകാമായിരുന്ന ഒരു സംഭവത്തെ പിന്നീട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ ഒരു തമാശ പാർട്ടി എന്നുള്ള രീതിയിലായിരുന്നു അതിനെ അഭിഷേക് ദീപ് വിശേഷിപ്പിക്കുകയും അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ അതൊരു പേജ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിനെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ 80 ലക്ഷം, ഏതാണ്ട് 1 കോടിയോളം ഫോളോവേഴ്സാണ് അതിന് വന്നു ചേർന്നത്. ഇങ്ങനെ ഫോളോവേഴ്സിൻ്റെ എണ്ണം വളരെ പെട്ടെന്ന് പെരുകുന്നതിൽ വളരെ ആശങ്കപൂണ്ടായിരിക്കണം ഈ പേജ് പൂട്ടിക്കുകയും, എക്സിൻ്റെ പേജ്
പൂട്ടിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പുതിയ പേജ് CJPയുടെ പേരിൽ പുതിയ പേജ് തുടങ്ങിയതായി അഭിജിത്ത് ദീപ് തന്നെ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല അവർ ആവശ്യപ്പെടുന്നത് ഈ CJP ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ നേരത്തെ 8ഓളം രാജ്യസഭാ അംഗങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ 8ഓളം രാജ്യസഭാ അംഗങ്ങൾ നേരെ ഒറ്റ ദിവസം കൊണ്ട് BJPയിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന ചില രാഷ്ട്രീയ കാലുമാറ്റങ്ങളെ കണ്ടു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം 20 വർഷത്തേക്ക് ഇത്തരത്തിൽ കാലുമാറുന്ന ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ MP-മാരോ MLA-മാരോ ഒക്കെ ആവുന്നവരെ 20 വർഷത്തേക്ക് ബാൻ ചെയ്യണം, പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് ബാൻ ചെയ്യണം എന്നായിരുന്നു ഇവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യം. യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ഈ CJP വ്യാപകമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വലിയ പരീക്ഷ, ഇപ്പൊ നീറ്റ് പരീക്ഷ പോലുള്ള പരീക്ഷകളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലൊക്കെ വലിയ ക്രമക്കേടുകളൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു ഇടം എന്ന രീതിയിലായിരുന്നു ഈ പേജ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് വലിയ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനുള്ള വലിയ ഇടമായി മാറി എന്നുള്ളതാണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ് നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് ഈ എല്ലാ BJPയുടെ തന്നെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ കോക്രോച്ച് പാർട്ടി അതായത് CJP വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെ അഭിജിത്ത് ദീപ് ഇപ്പോൾ ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. യുവാക്കൾക്കിടയിൽ ഇത് വലിയ ഒരു എക്സ് പൂട്ടിയത് വലിയ പ്രതിഷേധമായി വളരാൻ സാധ്യതയുണ്ട്. ഇതിന് വീണ്ടും പേജ് വന്നതോടുകൂടി അതിലേക്ക് ഫോളോവേഴ്സിൻ്റെ എണ്ണം വലിയ ക്രമാതീതമായി വർദ്ധിക്കാനുള്ള സാഹചര്യം വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം ഇത് വലിയ തരംഗമായി മാറിയില്ലെങ്കിൽ പോലും കേരളത്തിലും വളരെ പെട്ടെന്ന് തന്നെ ഈ കോക്രോച്ച് പാർട്ടി അഥവാ CJP വലിയ ഒരു തരംഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കിടയിൽ ഈ പാർട്ടി ഇതൊരു തരംഗമായി തന്നെ മാറാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കേഴ്സ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർഗീയതയെ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ അവർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള പലതരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതികളോട് അവർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ അഴിമതി, അത്തരം ഈ സ്വജനപക്ഷപാതം, ഇത്തരം വിഷയങ്ങളിലെല്ലാം യുവാക്കൾക്ക് വളരെ വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. അവർ അതിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോക്രോച്ച് പാർട്ടി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ നമ്മൾ ചിലപ്പോൾ അതിനെ തമാശയായിട്ട് കണ്ടാൽ ചിലപ്പോൾ ഭരണാധികാരികൾക്ക് അത് തമാശയായി കാണാൻ പറ്റില്ല എന്നുള്ള, കാരണം അവർ ഭയക്കുന്നുണ്ട്. സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജൻസി വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യുവാക്കൾ അവർ വളരെ പെട്ടെന്ന് തന്നെ സംഘടിക്കുകയും അവർ നിലവിലുള്ള വ്യവസ്ഥയ്ക്കെതിരെ അതിശക്തമായ നിലപാടുമായി തെരുവിലിറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യ പോലുള്ള സ്ഥലത്ത് അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഏതൊക്കെ തരത്തിൽ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഈ എല്ലാ സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടാവുകയും നേരത്തെയൊക്കെ ഭാഷയൊക്കെ പ്രശ്നമായിരുന്നു. ഇപ്പം കുട്ടികൾക്ക് ആണെങ്കിൽ ഭാഷ പ്രശ്നമല്ല. അവർ മിക്കവാറും എല്ലാ യുവാക്കൾക്കും ഇംഗ്ലീഷ് വശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ വലിയ ഇതൊരു തരംഗമായി മാറാനും സാധ്യതയെന്ന് കണ്ടപ്പോഴാണ് എക്സ് ഇന്ന് പൂട്ടിച്ചത്. എക്സ് അക്കൗണ്ട് പൂട്ടിച്ചു. വരും ദിവസങ്ങളിൽ ഇതെല്ലാം പൂട്ടിക്കും. കാരണം സർക്കാരിനറിയാം ഇത് സർക്കാരിനെതിരെയുള്ളൊരു വലിയ മൂവ്മെൻ്റായി മാറും എന്നും അത് പിന്നീട് പിടിച്ചു നിർത്താൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള മൂവ്മെൻ്റായി മാറും. പിന്നെ മാത്രമല്ല BJPക്കെതിരെ എന്ത് ചെയ്യണം എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. മറ്റ് CB പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തുടക്കമിട്ടതും അതൊക്കെ തന്നെയായിരുന്നു. ഭാരത് ജോഡോ യാത്രയൊക്കെ അതിൻ്റെ ഭാഗമായി നടത്തിയതാണ്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല രാഹുൽ ഗാന്ധിക്ക് അത് പിന്നീട് ഈ യൂത്തിനിടയിൽ ഒരു വലിയൊരു ശക്തിയായി മാറാൻ വേണ്ടി കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയും പഴഞ്ചൻ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ഉള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്താണ് അന്ന് വലിയ രീതിയിൽ ഇന്ത്യയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 വർഷങ്ങൾക്ക് അപ്പുറം എത്തുമ്പോഴത്തേക്ക് ഇപ്പം 100 വർഷത്തോടെ നമ്മൾ അടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഏതാനും കുറച്ച് വർഷം 21 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മൾ 100 വർഷം പൂർത്തിയാവുകയാണ്. പക്ഷേ ഈ 100 വർഷം പൂർത്തിയാകുന്ന സമയത്ത് 1947 എന്തിനു വേണ്ടിയിട്ടാണോ ഇന്ത്യൻ ജനത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയത്, ആ മതേതരത്വ നിലപാടുകളും ആ മാനുഷിക മൂല്യങ്ങളും ആ സോഷ്യലിസ്റ്റ് ചിന്താഗതികളും ഒക്കെ ഭാരതത്തിൽ നിന്ന് അന്യം നിൽക്കുകയും ഭാരതം ഒരു സംഘപരിവാർ ശക്തികളുടെ മാത്രമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് യുവജനതയ്ക്ക്
മുമ്പിലേക്ക് ഒരു പുതിയ ആശയവുമായിട്ട് ദേശീയ തലത്തിലൊരു നേതാവ് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കീഴിൽ തീർച്ചയായിട്ടും ജൻസി സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ടിലും ആദ്യം രാജഭരണമായിരുന്നു, രാജഭരണത്തിന് ശേഷം അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നാണ് പിന്നീട് ഇന്ത്യ ജനാധിപത്യ രാജ്യമായിട്ട് മാറുന്നത്. ഇനിയും മാറ്റങ്ങൾ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJPക്കെതിരെ പലപ്പോഴും പടപൊരുതി തോറ്റു നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ സാധിക്കാത്തിടത്താണ് ഇപ്പോൾ ആനന്ദ് അങ്ങനെ കൊണ്ടാണ് അയാളുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു, അഭിഷേക് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഇത്ര വലിയ രീതിയിൽ ഇതിനെ ഒരു വൈറലാക്കി ഇന്ത്യ മഹാരാജ്യത്ത് മാറ്റിയിരിക്കുന്നത്. ഈ അദ്ദേഹം തന്നെയായിരുന്നു ഈ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണ സമയത്ത് ഏറ്റവും കൂടുതൽ പബ്ലിക്കുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ കൂടെയുള്ള ഇത്തരം പ്രചരണങ്ങളൊക്കെ നടത്തി. അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരത്തിലുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഉള്ള സൗകര്യങ്ങൾ വെച്ച് അദ്ദേഹമായിരുന്നു യുവാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേ അഭിഷേക് തന്നെയാണ് ഇപ്പോൾ ഈ കോക്രോച്ച് പാർട്ടി, അതായത് CJP എന്ന ഒരു തമാശ പാർട്ടി ഉണ്ടാക്കിയിരിക്കുക. പക്ഷേ അത് തമാശയല്ല എന്നുള്ളത് പണ്ട് നമുക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഡിങ്കോയിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഡിങ്കനെ തൊട്ടുക. അപ്പം നമ്മളതിനെ തമാശയായി കണ്ടു. പക്ഷേ ഡിങ്കോയിസ്റ്റുകൾ വളരെ പെട്ടെന്ന് വളരെ പടർന്ന് പന്തലിക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പായി മാറുന്നു. അവർക്കിടയിൽ ജാതിയോ മതമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ CJPയിൽ അണിനേരുന്നവർക്ക് ഇന്ന് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ പിന്നെ രാജഭരണമായിരുന്നു, പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, പിന്നെ ജനാധിപത്യം വന്നു. ജനാധിപത്യം കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യം തകർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഭരണഘടന പോലും മാറ്റിയിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ പേര് പോലും ഇന്ത്യ എന്നുള്ള മാറ്റിയിട്ട് ഭാരതാക്കാൻ പോകുന്നു. മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രമേ സ്വാതന്ത്ര്യ അവകാശം വേണ്ടുവെന്നും അവർ മാത്രമാണ് ഇവിടുത്തെ പൗരന്മാരായി നിൽക്കേണ്ടത്, ബാക്കി എല്ലാവർക്കും ഇവിടുന്ന് പോകാം, അല്ലെങ്കിൽ അവർ ഏതൊക്കെയോ രീതിയിൽ പുറത്താക്കപ്പെടും എന്നുള്ള ഭീഷണിയൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ SIR ഒക്കെ നടപ്പിലാക്കി കുറെ ആളുകളെയൊക്കെ ഒഴിവാക്കുന്ന സമയത്താണ് ഈ കോക്രോച്ച് പാർട്ടി ഉണ്ടാകുന്നത്. ഇതൊരു ജഡ്ജിന്റെ ഒരു തമാശ പ്രയോഗമാണെങ്കിൽ പോലും ഒരു പണിയില്ലാത്തവർ പാറ്റകളെ പോലെ ഇവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമായി ഒരു പൊളിറ്റിക്കൽ സറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വരും കാലങ്ങളിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്ത ഒരു സംഭവം ഇവിടെ ആരെങ്കിലും ഇതിന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പാർട്ടി വലിയ രീതിയിലേക്ക് വളരാൻ ചിലപ്പോൾ അഭിഷേകിന്റെ ചിലപ്പോൾ അതിന് മുൻകൈ എടുത്തെന്ന് വരാം. അങ്ങനെ വന്നാൽ ഇത് വലിയൊരു വിപ്ലവമായി മാറും. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിനെ BJP വിചാരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലോ തടയാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.